മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്തതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തില്ലേ എന്ന് സുപ്രീം കോടതി. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് വീണ്ടും അവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം വേണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിട്ടില്ല, അല്ലേ? സ്മിത, ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവിനെതിരായി എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാനമായും സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം അത് പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത, ജസ്റ്റിസ് മൻമോഹൻ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ ഭൂമി ഏറ്റെടുത്തില്ലേ എന്നാണ് കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് ആദ്യം ആരാഞ്ഞത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ അറിയിച്ചത്. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തത് എന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം എന്നുള്ളത്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. തുടർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് സ്റ്റേ ചെയ്യണം എന്ന ഈ എസ്റ്റേറ്റിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയും തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിശദമായ വാദം ഉന്നയിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ വീണ്ടും സമീപിക്കേണ്ട സാഹചര്യമാണ് ഇതോടെ വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകുന്ന തുക അത് പര്യാപ്തമല്ല എന്നും 2013 നിയമത്തിന് അനുസരിച്ചുള്ള തുക തങ്ങൾക്ക് നൽകണം, നഷ്ടപരിഹാര തുക നൽകണം എന്നുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ പ്രധാന ആവശ്യം എന്നുള്ളത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് 549 കോടി രൂപയുടെ നഷ്ടം, വലിയ സാമ്പത്തിക നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നും ഇത് നികത്താൻ പര്യാപ്തമായ ഒരു തുകയല്ല സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നുമാണ് എസ്റ്റേറ്റ് വാദിച്ചത്. ഈ വിഷയത്തിൽ ഏതായാലും ഭൂമി ഏറ്റെടുത്ത സർക്കാർ നടപടിയിൽ ഇടപെടാനില്ലെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.